സാധാരണയായി ഇപ്പോൾ എല്ലാവരും വീടുകൾക്ക് 2 കിച്ചൺ അറേഞ്ച് ചെയ്യാറുണ്ട്. ഒരു മെയിൻ കിച്ചണും പിന്നെ ഒരു വർക്കിംഗ് കിച്ചണും. അതിൽ വർക്കിംഗ് കിച്ചൺ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിൻ കിച്ചൺ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് യൂട്യൂബിൽ നിന്നെടുത്ത ഐഡിയാസാണ് ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുന്ന വീട്ടിലെ കിച്ചന് വേണ്ടി ആർക്കിടെക്റ്റ് ചെയ്ത ഡിസൈനാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വർക്കിംഗ് കിച്ചണിൽ ഗ്യാസ് സ്റ്റൗ ആണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ മെയിൻ കിച്ചണിൽ നമുക്കൊരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് അറേഞ്ച് ചെയ്യാം. സോളാറൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ നമുക്ക് കുക്കിംഗ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് സഹായിക്കും. കോർണർ സ്പേസ് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ രീതിയിൽ കോർണർ ഡിസൈൻ ചെയ്താൽ അത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ഫ്രിഡ്ജ് വയ്ക്കുന്നതിനുള്ള സ്പേസ് കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ തീരുമാനിക്കണം. ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് സൈഡിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ബാക്കിലായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് ടോൾ യൂണിറ്റ് ആണ്. ടോൾ യൂണിറ്റിൻ്റെ ചീപ്പറായിട്ടുള്ള ഓപ്ഷനാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ വെറൈറ്റി ആയിട്ടുള്ള ടോൾ യൂണിറ്റ്സ് അവൈലബിൾ ആണ്. ടോൾ യൂണിറ്റിൻ്റെ പലതരത്തിലുള്ള ഓപ്ഷൻസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അടുത്തത് റോളിംഗ് ഷട്ടറാണ്. മൈക്രോവേവ്, മിക്സി പോലെയുള്ള ഐറ്റംസ് എല്ലാം റോളിംഗ് ഷട്ടറിൽ തന്നെ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കപ്പ് ആൻഡ് സോസർ അറേഞ്ച് ചെയ്യുന്ന ക്യാബിനറ്റാണ്. മെയിൻ കിച്ചണിൽ മസ്റ്റായിട്ട് അറേഞ്ച് ചെയ്യേണ്ടതാണ് പ്ലേറ്റ് റാക്ക്. ഏതെങ്കിലും 2 ക്യാബിനറ്റ് സ്പൈസസ് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഒഴിച്ചിടണം. കിച്ചൻ്റെ എലിഗൻസ് വർദ്ധിപ്പിക്കുന്നതിന് ചെറിയ ചെറിയ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്താൽ നന്നായിരിക്കും. ജനലിനടുത്ത് പാനലിംഗ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചെറിയ പോട്ടുകളിൽ ചെടികൾ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നോർമൽ യൂസിനുള്ള പാത്രങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള പുൾ ഔട്ട്സ്, ഒരു 3-4 പുൾ ഔട്ട്സ് ഒരു കിച്ചണിൽ അത്യാവശ്യമാണ്. നമ്മുടെ വീട്ടിലെ പാനുകളും അതുപോലെ അടപ്പുകളും എല്ലാം മേളി വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയാകാൻ ചാൻസ് കൂടുതലുണ്ട്. ഇതുപോലെ ഒരു ലിഡ് ഹോൾഡർ അറേഞ്ച് ചെയ്താൽ പാനും ലിഡ്സും എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റും. വാഷ് ബേസിന് മുകളിലായിട്ട് നമ്മൾ കഴുകിയെടുക്കുന്ന സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റാക്ക് വേണം. അതിൻ്റെ അടിയിൽ ഒരു ട്രേ ഉണ്ടായിരിക്കും, അതിലേക്ക് വെള്ളം വന്ന് വീണുകൊള്ളും. ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ സ്റ്റാൻഡ് വെക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഒരു കിച്ചണിൽ ഓയിൽ പുൾ ഔട്ട് മസ്റ്റാണ്. ഓയിൽ പുൾ ഔട്ടിൻ്റെ 2 ഓപ്ഷൻസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. കിച്ചണിൽ കട്ട്ലറി വെക്കാനുള്ള ഒരു ഡ്രോവർ മസ്റ്റാണ്. പല മോഡലിലും പല വിലയിലുമുള്ള കട്ട്ലറി ഡ്രോവേഴ്സ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമെല്ലാം അവൈലബിൾ ആണ്. കുറച്ച് ഓപ്ഷൻസാണ് ഇവിടെ കാണിക്കുന്നത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്യൂരിയോസ് വയ്ക്കുന്നതിനുള്ള ചെറിയ സ്പേസ് കിച്ചണിൽ അറേഞ്ച് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ക്യാബിൻസിനെല്ലാം ത്രൂ ഔട്ട് ലൈറ്റിങ്സ് കൊടുക്കണം.
വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യണം. സിങ്കിൻ്റെ താഴെ ഒരു സൈഡിൽ ഡിറ്റർജൻറ്റ് ഹോൾഡർ കൊടുക്കാം. മെയിൻ കിച്ചണിൽ മസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കണം. വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഏരിയയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ കിച്ചൺ ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്തതാണ്. ഞാൻ എൻ്റെ കിച്ചൻ്റെ ഇൻറ്റീരിയർ കഴിഞ്ഞതിന് ശേഷം പുതിയ വീഡിയോയുമായി തിരിച്ചു വരാം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്